ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഫി റിയാലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സാൻഡിയ ക്രസ്റ്റ് പോയിൻ്റെ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇത് അപ്ലോഡ് ആക്കാൻ വൈകിയത്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട ഇതാണ് സാൻഡിയ ക്രസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളൊരു ഭാഗമല്ല, കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഭാഗത്തുള്ളൊരു പോയിൻ്റാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സ്ലോപ്പായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്ന് നോക്കി. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീനോട് സാമ്യമായിട്ടുള്ള അങ്ങനത്തെ മരങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുന്തോറും ഓരോ ഭാഗത്ത് മഞ്ഞട് വന്ന് വീണിട്ട് ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് കാലും താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ളൊരു മഞ്ഞായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു പൊടിയായിട്ടുള്ളൊരു മഞ്ഞാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ അവിടെ ഒക്കെ താന്ന് പോവുകയാണ്. പിന്നെ ഞങ്ങൾ നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ലുമിക്കുട്ടിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. അവൾ ആദ്യം നടന്നൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവൾക്ക് ഇങ്ങനെ കാലിങ്ങനെ അടിയിക്കനെ പോവലൊക്കെ ആയിട്ട് അടിയിക്കണ താവുണ്ടായിരുന്നു. നല്ല ഇങ്ങോട്ട് കുഴിക്കണ താവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവളെ ഞാൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ അവർ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ കുറച്ചൊക്കെ ദൂരമൊക്കെ നടന്ന് നോക്കി. പിന്നെ അവർ കുറച്ചൊക്കെ മഞ്ഞൊക്കെ എടുത്ത് കളിച്ചൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് മഞ്ഞൊക്കെ എടുത്ത് കളിച്ചു. പിന്നെ റാസിൻ തന്നെ അവൻ്റെ ഷൂവിലും മഞ്ഞൊക്കെ കയറിയിട്ടുണ്ട്, ഐസ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് കളർ, നല്ല വൈറ്റ് കളർ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ആരും വരാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വൈറ്റ് കളറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴേക്ക് ഈവനിങ് ആയിട്ടുണ്ട്. എൻ്റെ ഓരോ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ട് ഞങ്ങളെ കൂടെ. പിന്നെ ഞങ്ങൾ ഈ ഒരു താഴേക്ക് വന്നിട്ട് അവിടെ ഒരു നല്ലൊരു സ്ലോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ അവർ സ്ലൈഡിങ്ങും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ റാസിക്കും തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഒരു എൻഡിലായിട്ട് റോഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള മഞ്ഞൊക്കെ കണ്ട അത് അവർ JCB വന്നിട്ട് അവർ മഞ്ഞൊക്കെ കോരുന്നൊരു ടൈപ്പ് വണ്ടിയുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഈ ഒരു റോഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ മഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണിത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മഞ്ഞിൻ്റെ ഒരു കളർ, ഈ ഒരു ടൈപ്പിൽ കളറായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അതാ നല്ല വൈറ്റിഷ് കളറാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. റാസിക്ക് എത്ര സ്ലൈഡ് ചെയ്തിട്ടും മതിയാവണേ ഇല്ല. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല പേടിയുണ്ടായിരുന്നു. റാസി പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നല്ല പിടിച്ചിരുന്നോണ്ട് ഇമ്മ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാനും ഒന്ന് നോക്കി. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമായി. പിന്നെ ലുമിനെ വെച്ചിട്ടൊന്ന് നോക്കി. അപ്പോൾ ഇതിനെ അവൾക്ക് കരച്ചിലായി. പിന്നെ ഞാൻ എൻ്റെ സ്ലൈഡിങ്ങൊക്കെ ഞാൻ നിർത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സാൻഡിയ ക്രസ്റ്റ് എന്നുള്ള മല വന്നതിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെയുള്ളൊരു മഞ്ഞിലൂടെയുള്ളൊരു സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ അത് നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും, എൻ്റെയും അതുപോലെ തന്നെ. ഞാൻ ഈ US എത്തുന്നതിന് മുന്നേ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഈ മഞ്ഞ് കാണണം, മഞ്ഞ് വീഴ്ച കാണണം, അതുപോലെ അതിലൂടെ സ്ലൈഡ് ചെയ്യണം. അങ്ങനെയുള്ളതൊക്കെ എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. മാഷാ അല്ലാഹ് അതൊക്കെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം എല്ലാം ആഗ്രഹങ്ങളും സാധിച്ചു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹിനോട് സ്തുതിക്കുന്നു. പിന്നെ നമ്മളെപ്പോഴും ഈ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഈ ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ നമ്മൾ കാണാറുണ്ടല്ലോ, കാശ്മീരിൽ നിന്നുള്ളത് മഞ്ഞിലൂടെയുള്ള സ്ലൈഡിങ്ങിൻ്റെ ഒരു നല്ല വൈബാണ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഏതായാലും അതൊക്കെ സാധിച്ചു അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായി. കാരണം സ്നോയിലൊക്കെ ഒന്ന് കളിക്കുക, സ്നോ കാണുക എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നല്ല രീതിക്ക് തന്നെ സഫലീകരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആ ഒരു മേൽഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം ഒരു ഈവനിങ് ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് നല്ല മഞ്ഞിൻ്റെ ഒരു കളറൊക്കെ നല്ല ചേഞ്ച് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്നോ ഉള്ളത് റിമൂവ് ആക്കാൻ അങ്ങനത്തെ ഒരു വണ്ടി വരും. അപ്പോൾ അത് വന്നിട്ട് അവർ നീക്കിയിട്ട് ഓരോ സൈഡിലേക്ക് ആക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് മതിൽ പോലെ നല്ല കട്ടിയിലായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഒരു സൈഡും കൂടെ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ നല്ല വേറൊരു ഇതല്ല, മലയല്ല. അപ്പോൾ ആ ഒരു അടിയിലേക്കുള്ളൊരു സ്ലോപ്പും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടാം. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ല, നല്ല മഞ്ഞുമല ആയിട്ടുണ്ട് അവർ കോരിയിട്ടിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അടിക്ക് നല്ല സ്ലോപ്പാണ്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ കണ്ട ഇതാണ്, ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. അവർ മേലെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡിങ് തുടങ്ങിയിട്ട് ആ ഒരു അടിഭാഗത്തേറ്റം പോകുന്നുണ്ട് അവർ. പക്ഷെ ഞങ്ങൾക്ക് പേടിയിട്ട്, കാരണം നല്ല മരങ്ങളുള്ളത് കൊണ്ട് നമ്മൾ എവിടേക്കാണ്
ഈ ഒരു സ്ലോപ്പിൽ പോവാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളവിടെ കളിക്കാനൊന്നും നിന്നില്ല. നല്ല വൈബ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഏകദേശം കുറേ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു സാൻഡിയ ക്രസ്റ്റിൻ്റെ ഒരു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു സ്നോയിലൂടെ ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളും ഒന്ന് രേഖപ്പെടുത്തണം. എനിക്ക് കമൻറ്റുകളൊക്കെ വായിക്കും. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും എനിക്ക് വായിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റുകളും ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.